ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഉണ്ട് അല്ലേ? അപ്പോൾ നമ്മൾ ബേസ് ചെയ്യുമ്പോൾ എന്തൊരു കണക്ഷൻ കാണിക്കും, തിരിച്ചും കാണിക്കും, ഈ റെസിസ്റ്റൻസ് ത്രൂ കാണിക്കും. അതുകൊണ്ട് സർക്യൂട്ടിൽ വെച്ചിട്ടുള്ള ടെസ്റ്റിങ്ങിൽ അത്ര എളുപ്പമല്ല. കാര്യം മനസ്സിലാകും, ബേസിക് ആയിട്ടുള്ള കാര്യം മനസ്സിലാക്കും. ഓക്കെ, ഇനി നമുക്ക് എങ്ങനെയാണ് ചെക്ക് ചെയ്യാന്നുള്ളത് നോക്കാം. ഇതിലിപ്പോൾ ഡയോഡിൻ്റെ മോഡ് സെലക്ട് ചെയ്തു. അതിന് മുമ്പ് ഞാൻ ആദ്യം ഒരു മൾട്ടിമീറ്റർ എടുത്താൽ ഫസ്റ്റ് എന്താ ചെയ്യേണ്ടത്? കണ്ടിന്യൂറ്റി നോക്കണം. കണ്ടിന്യൂറ്റി എടുത്തിട്ട് സൗണ്ട് ഉണ്ടെങ്കിൽ ബാക്കി നോക്കാൻ പാടില്ല. അതിനുശേഷം ഇത് മാറ്റുക, ഡയോഡ് മോഡിലേക്ക് ഇട്ടു. ഇനി ഞാൻ ഒരു ട്രാൻസിസ്റ്ററാണ് എടുത്തിട്ടുള്ളത് എന്ന് തോന്നുന്നു, ഞാൻ നമ്പർ ഒന്നും നോക്കിയിട്ടില്ല. ബ്ലാങ്ക് ആയിട്ട് ഞാൻ ആദ്യം ഒരു കാര്യം പിടിക്കുകയാണ് കേട്ടോ. ഒന്നിൽ പിടിച്ചു. ഇതിൽ പിടിക്കുന്ന സമയത്ത് ഇതിൽ 676 എന്ന് കാണിക്കുന്നുണ്ട് ഇങ്ങനെ പിടിച്ചപ്പോൾ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട എന്താ, ഇതിലേതോ ഒന്ന് ബേസാണ്. അത് ഒന്നല്ലെങ്കിൽ ഇതാവാം അല്ലെങ്കിൽ ഇതാവാം. അപ്പോൾ ഇപ്പുറത്താണെങ്കിൽ ഇവിടെ പിടിച്ചിട്ട് 676 കാണിക്കുന്നുണ്ട്, ഇവിടെ കാണിക്കുന്നില്ല. അപ്പോൾ സെൻറ്ററിൽ നിന്നാണ് കാണിക്കുന്നത്. അപ്പോൾ അതിൻ്റെ മീനിങ് എന്താ? സെൻറ്ററിലായിരിക്കും ബേസ്. അപ്പോൾ ഞാൻ ഇത് ഇവിടെ പിടിച്ചിട്ട് ഇത് ഇപ്പുറത്തേക്ക് മാറ്റി പിടിച്ച് നോക്കുകയാണ്. 679, ഇത് 676. അപ്പോൾ കൂടുതൽ കാണിക്കുന്നത് ഇപ്പുറത്തേക്കാണ്. ഇത് എമിറ്റർ ആണ്, ഇത് ബേസ് ആണ്, ഇത് കളക്ടറാണ്. ഇനി ഇത് NPN ആണോ PNP ആണോ? ബ്ലാക്ക് ലീഡ് വന്നിട്ടുള്ളത് ബേസിലാണ്, ഇത് N ആണ്. അപ്പോൾ PNP ട്രാൻസിസ്റ്ററാണ്. PNP ആണ്, ഇത് എമിറ്റർ ആണ്, ബേസ് കളക്ടർ. ക്ലിയർ ആയി? ടെസ്റ്റ് ചെയ്ത് മനസ്സിലാവും. ഇത് ആർക്കെങ്കിലും മനസ്സിലാവാണ്ടല്ലോ? മനസ്സിലായിട്ടുണ്ടോ? ഒരിക്കലും സർക്യൂട്ടിൽ വെച്ച് ചെക്ക് ചെയ്ത് എങ്ങനെ കിട്ടണം എന്നില്ല കേട്ടോ. ചെറിയ ചെറിയ കാര്യങ്ങൾ ബേസിക്കായിട്ട് പഠിച്ചിട്ട് പോയാൽ മതി. ഇത് ട്രാൻസിസ്റ്റർ ചെക്ക് ചെയ്യുന്ന കാര്യം. ഓക്കെ, ഇനി നിങ്ങൾക്ക് 2 പേര്